ശ്രീറാം, ഈ വളരെ ദുഃഖകരമാണ് ഈ സൈബർ ആക്രമണം മഹാഗായക്കെതിരായി നടക്കുന്നത് എന്നതിൽ തർക്കമില്ല. താങ്കൾ എങ്ങനെയാണ് ഈ വാർത്ത നോക്കിക്കാണുന്നത്? ചിത്ര എന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ ഗായികയും എന്ന നിലയിലാണ്. ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം ചിത്ര എങ്ങനെയാണ് ഓരോരുത്തർക്ക് പെരുമാറുന്നത്, അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അവരുടെ സംഗീതം പോലെ തന്നെ നിർമ്മലമാണ് അവരുടെ പെരുമാറ്റവും എല്ലാ കാര്യങ്ങളും ഇത്രയും വർഷങ്ങളായിട്ട്. അപ്പോ അവരൊരു ഭക്തയാണ്. അവര് തീർച്ചയായിട്ടും 100% അവര് ഭക്ത കൂടെയാണ്. അവർക്ക് അവരുടെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊന്നും ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ചിത്ര പറഞ്ഞത് നാമജപത്തിന്റെ കാര്യം പറഞ്ഞെങ്കിൽ അത് ഈ കണ്ട സകലരും അനുസരിച്ചോളണം എന്നല്ല പറഞ്ഞത്. ഭക്തർക്ക്, മനസ്സിൽ ഭക്തിയുള്ളവർക്ക് തീർച്ചയായിട്ടും നാമം ജപിക്കാം, അങ്ങനെ എടുത്താൽ മതി. അല്ലാതെ അവര് ഈ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്ന രീതിയല്ലല്ലോ. ഉള്ളിൽ ഭക്തിയുള്ളവർക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന റിക്വസ്റ്റാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിന് ഇത്രമാത്രം ഇതോടുകൂടി ചിത്രയെ വല്ലാത്ത രീതിയിലൊരു തേജോധനം ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം അത് ഒരിക്കലും മലയാളികൾക്ക് ഒരിക്കലും ചേർന്നതല്ല. അവരുടെ സംഗീതം ആസ്വദിക്കൂ, അവരെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കൂ. അതെല്ലാം കഴിഞ്ഞു. ഇന്നലെ വരെ ഏറ്റവും നല്ല ഗായികയും ഏറ്റവും നല്ല പെരുമാറ്റവും എല്ലാവരെയും സഹായിക്കുന്ന രീതിയിലുള്ള ചിത്ര ഇന്ന് മുതൽ എല്ലാം മാറിയിരിക്കുന്നു. എന്തൊരു കഷ്ടമാണിത്! ഇതെങ്ങനെ തോന്നുന്നു ഇങ്ങനെ പെരുമാറാൻ? അവരവരെ തന്നെ ഒന്ന് ആലോചിക്കണം. എനിക്കിതാണ് പറയാനുള്ളത്. അവരെ പറഞ്ഞിട്ടുള്ള കാര്യം ഈ ഭക്തി ഉള്ളവരോട് ആണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവരെ എടുക്കണ്ട, അല്ലാത്തവരെ അത് ത്യജിച്ചേക്കുക, അത്ര തന്നെ. എന്തിനാ ആവശ്യമില്ലാതെ ഒരു വിഷയമുണ്ടാക്കി വെറുതെ എന്തിനാണ് ഇങ്ങനത്തെ പാവപ്പെട്ട കലാകാരന്മാരെയും കലാകാരികളെയും ഉപദ്രവിക്കുന്നത്? അത് കഷ്ടമാണ്. അതിനോടൊട്ടും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ശരി, വളരെയധികം നന്ദി ശ്രീറാം പ്രതികരിച്ചതിന്.